ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഞായറാഴ്ച മുക്കത്ത് തുടക്കമാകുമ്പോൾ സമ്മേളന ചൂടിനൊപ്പം ലോകകപ്പ് ആവേശവും. സമ്മേളനം നടക്കുന്ന മുക്കം നഗരത്തിലെ ഡിവൈഎഫ്ഐ പ്രചരണ ബോർഡുകളിൽ ഫുട്ബോൾ മയമാണ്. ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, എർലിംഗ് ഹാലൻഡ്, ലാമിൻ യമാൽ, കിലിയൻ എംബാപ്പെ എന്നിവരുടെ ചിത്രങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പ് ആവേശം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുക്കം നഗരവും ആ ആവേശത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണ ബോർഡുകളാണ് ഇപ്പോൾ നഗരത്തിലെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് ഫുട്ബോൾ ലോകകപ്പിൻ്റെ ദൃശ്യഭാഷ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇവയുടെ പ്രത്യേകത. മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സമ്മേളന പ്രചരണ ബോർഡുകളിൽ ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, എർലിംഗ് ഹാലൻഡ്, ലാമിൻ യമാൽ, കിലിയൻ എംബാപ്പ എന്നിവരുടെ ചിത്രങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ ദേശീയ ടീമുകളുടെ ജേഴ്സികളും ലോകകപ്പ് ആവേശം വിളിച്ചോതുന്ന ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയ ബോർഡുകൾ വഴിയാത്രക്കാരുടെയും ഫുട്ബോൾ പ്രേമികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണത്തെ വ്യത്യസ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയും യുവാക്കളുടെ സംഘടന എന്ന നിലയിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുക എന്ന നിലയിലുമാണ് ഇത്തരമൊരു ആശയം നടപ്പാക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിലാണ് നമ്മുടെ പ്രദേശത്തെ ചെറുപ്പക്കാർ മുഴുവൻ. ചെറുപ്പക്കാർ എന്ന് മാത്രമല്ല, ഫുട്ബോൾ പ്രേമികളാകെ ഫുട്ബോൾ ലോകകപ്പിന്റെ അതിന്റെ ആവേശത്തിലാണ്. ഓരോരുത്തരും ഓരോ രാജ്യത്തെയും ടീമിനെയും ഒക്കെ പ്രതികരിച്ചുള്ള വലിയ ആവേശകരമായ ഒരു അനുഭവങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാരുടെ സംഘടന എന്ന നിലയ്ക്ക് ചെറുപ്പക്കാരെ പെട്ടെന്ന് ആകർഷിക്കാനും അവരിലേക്ക് സമ്മേളനത്തിന്റെ പ്രചരണങ്ങൾ എത്തിക്കാനുമെല്ലാം ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരണമായിട്ട് പ്രധാനമായും ഉപയോഗിച്ചത്. അത് ഞങ്ങൾക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ലോകകപ്പ് ഫുട്ബോൾ ഉണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ ചെറുപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുണ്ട്. ഇന്ന് ചെറുപ്പത്തിന്റെ ഇടയിലേക്ക്, സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മാരക വിപത്തായിട്ടുള്ള ലഹരിയെ ചെറുക്കാൻ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചത് ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന ക്യാപ്ഷനോടുകൂടി കളിയിടങ്ങളിൽ കൂടുതൽ ചെറുപ്പക്കാരെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഡിവൈഎഫ്ഐ കുറച്ചു കാലങ്ങളായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നുണ്ട്. സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി യൂണിറ്റ് തലം മുതൽ ഫുട്ബോൾ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. യുവാക്കളുടെ മികച്ച പങ്കാളിത്തമാണ് മത്സരങ്ങൾക്ക് ലഭിച്ചതെന്നും സംഘാടകർ അറിയിച്ചു. കളിയിടങ്ങളെ സജീവമാക്കാൻ, കളികളോടുള്ള ചെറുപ്പത്തിന്റെ ഒരു താല്പര്യം വർദ്ധിപ്പിക്കാൻ, ലഹരി കളിയിടങ്ങളോടാകണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ചെറുപ്പത്തെ എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ പ്രധാനമായും ഒരു പ്രചരണ മാധ്യമം എന്ന നിലയ്ക്ക് എടുക്കാനുള്ള കാരണം. നിരവധിയായ ഫുട്ബോൾ ടൂർണമെന്റുകൾ, മത്സരങ്ങൾ, സൗഹാർദ്ദ മത്സരങ്ങൾ യൂണിറ്റുകളിലും മേഖലകളിലും ബ്ലോക്കിലുമെല്ലാം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. മുക്കം PC ജംഗ്ഷനിൽ സ്ഥാപിച്ച നെയ്മറിന്റെ കൂറ്റൻ കട്ടൗട്ടും നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളൊന്നായി മാറിയിട്ടുണ്ട്. നിരവധി പേർ ഇവിടെ എത്തി ചിത്രങ്ങൾ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാസം 12, 13, 14 തീയതികളിലാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. ലോകകപ്പ് ആവേശവും സമ്മേളന ചൂടും ഒരുമിച്ചെത്തിയതോടെ മുക്കം നഗരത്തിൽ ഉത്സവാന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ GN ആസാദിനൊപ്പം C ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.